ഹലോ ചക്കരകളെ, എന്നെ എടുക്കാൻ പോവാ, ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ വെക്കാനൊരു സംഭവം നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കട്ടെ. ഞാനിപ്പോൾ ഒരു വാഴയിലെ പൊതിഞ്ഞ ചോറ് രാവിലെ വെച്ചിട്ട് മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ തിന്ന് എൻ്റെ ചക്കരകളെ രുചി എന്ന് പറഞ്ഞാൽ പെടാറ് രുചി. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നില്ല. പക്ഷേ ഇത്രയും വൈകിട്ട് ആക്രാന്തം പിടിച്ച വിശപ്പോടെ അത് തുറന്നപ്പോൾ എൻ്റെ മണവും ഭയങ്കര ടേസ്റ്റ്. പറഞ്ഞുതരാം. നല്ല വാഴയിലെടുത്ത് നല്ലതായിട്ട് വാട്ടിയെടുത്ത് വെക്കണം. എന്നിട്ട് ചൂട് ചോറ് അതിൻ്റെ നടുക്കോട്ട് കുറച്ചേ വെക്കാവുള്ളൂ, നമുക്ക് മടുക്കരുത്. ചോറങ്ങോട്ട് വെക്കണം. എന്നിട്ട് നല്ല ചമ്മന്തി, നല്ല ഉപ്പുമാങ്ങ ചമ്മന്തി ആണെങ്കിൽ സൂപ്പർ ചക്കരയാണ്. ഉപ്പുമാങ്ങ ചമ്മന്തി, അതിൻ്റെ ഉപ്പുമാങ്ങയും തേങ്ങയും ശകല ഇഞ്ചിയും മുളകും കറിവേപ്പിലയും വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ച നല്ല കല്ലുപ്പിട്ടേ അരയ്ക്കാവുള്ളൂ. നല്ല രുചിയുള്ള ചമ്മന്തി ഉരുട്ടി അതിൻ്റെ അരികത്ത് വെക്കണം. എന്നിട്ട് കൊതി വന്നിട്ട് വയ്യ. അച്ചിങ്ങപ്പയർ പിന്നെ കിഴങ്ങ് വിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. ഈ എപ്പോഴും നല്ല മെഴുക്ക് പുരട്ടികൾക്ക് ഇച്ചിരി മെഴുക്ക് പുരട്ടിയായിട്ട് തന്നെ ഇരിക്കണം. മെഴുക്കോട് ഡ്രൈ ആയിട്ടിരുന്ന അതിനൊരു സ്വാദില്ല. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കരിയാപ്പലയുടെ സ്വാദുള്ള ആ മെഴുക്ക് പുരട്ടി ആ അരികിൽ ഇങ്ങനെ കിഴങ്ങുമായിട്ടുള്ളത് അരികിൽ വെക്കണം. എന്നിട്ട് ഇച്ചിരി പിന്നെ ഇത് എന്തെങ്കിലും ഒരു അച്ചാർ, നാരങ്ങ വെള്ള അച്ചാറായിരിക്കും നല്ലത്, അതിൻ്റെ നടുക്കൊന്നിട്ടേക്കണം. പിന്നെ ഒരു മുട്ട വറുത്ത് വെക്കണം. എന്തെങ്കിലും ഒരു കുഞ്ഞ് തീയൽ അതിൻ്റെ അരികിൽ വെച്ചേക്കണം. ഉള്ളി തീയലോ ചേനത്തീയലോ തക്കാളി തീയലോ പടവളങ്ങ തീയലോ എന്തെങ്കിലും ഒരു തീയലും അതിൻ്റെ അരികിൽ വെച്ചിട്ട് നല്ല ചൂട് ചോറായിരിക്കണം മെയിൻ. ചമ്മന്തിയും ഒരു മുട്ട വറുത്തത് ഇല്ലേലും അടിപൊളിയാണ്. ഈ മെഴുക്ക് പുരട്ടിയും ഒരു തോരൻ വേണം, അത് മറന്നുപോലെ. ബീട്രൂട്ട് തോരൻ, ചീരത്തോരൻ, അങ്ങനെ എന്തെങ്കിലും മതി. ഒരു തോരനിലായിട്ട് നല്ല ആഘോഷമായിട്ട് ഇതിരിക്കണം ചക്കരകളെ. എന്നിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അത് കഴിക്കണം. എൻ്റെ മുത്തുകളെ, നാളെ രാവിലെ എടുത്ത് കുറച്ച് മാങ്ങ മേടിച്ച്, മാങ്ങയുടെ സീസണല്ലേ, പച്ച മാങ്ങ മേടിച്ച് നിങ്ങൾ ഉപ്പിലിട്ട് വെക്കും. എന്നിട്ട് ഇനി മഴക്കാലമല്ലേ വരുന്നത്, നല്ല ചമ്മന്തികൾ ഉണ്ടാക്കുക. ഇങ്ങനെ രാവിലെ മക്കളെ അവരെയൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ വിടുന്ന സമയത്ത് ഒരേ പൊതിച്ചോറ് അവർക്കും കൊടുത്ത് ഹസ്ബൻഡിനൊക്കെ കൊടുത്തു വിടുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പൊതിച്ചോറ് വെച്ച് വെക്കുക. ഉച്ചക്കെടുത്ത് കഴിക്കണം, വൈകുന്നേരം എടുത്ത് കഴിക്കണം. ചെങ്കിൽ നട്ടുച്ചയ്ക്ക് നമ്മൾ വിശന്ന് തളർന്നിട്ട് ഈ പൊതിച്ചോറ് എടുത്ത് കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ. എനിക്ക് കയ്യിലാ മണം ഇരിക്കുന്നു, നാവിൻ തുമ്പി ഇതാ മണം പോകുന്നില്ല. നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാതെ ഓർത്ത് കേട്ടോ. ഞാനതൊക്കെ ഭക്ഷണം അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത്, അയ്യോ അതൊരു വീഡിയോ എടുക്കേണ്ടായിരുന്നെന്ന് കേട്ടോ. ഞാനിവിടെ വിൽക്കുന്ന ചോറാണ്. ഞാൻ മാക്സിമം നന്നായിട്ട് തന്നെ മറ്റുള്ളവർക്ക് രുചി തോന്നുന്ന വിധത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പാളിപ്പോവും. ഒത്തിരിയൊക്കെ ഓർഡറിൻ്റെ ചില സമയത്തൊക്കെ ഒന്ന് പാളിപ്പോകുന്നിരിക്കും കേട്ടോ. ഒന്ന് വെച്ച് നോക്കി ചക്കരകളെ, അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും കേട്ടോ. പൊതിച്ചോറ് മഹാത്മ്യം.